യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിധി CMRL മാത്രമല്ല CPM-ന്റെ നേതൃത്വത്തെ, രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അപ്പാടെ അമ്പരപ്പിക്കുന്ന വിധിയും കൂടിയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരിക്കുന്നു. ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ചും തള്ളുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിരുന്നു CMRL, അതുപോലും നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൊട്ടു പിന്നാലെയാണ് അടുത്ത തുടർ നടപടികൾ, അടുത്ത ഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി ED യോഗം ചേരാൻ പോകുന്നത്. ED ആസ്ഥാനത്തിന് മുമ്പിൽ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൽ നാസർ വിശദാംശങ്ങളുമായി. നാസർ, ഇനിയുള്ള നീക്കങ്ങൾ ED ഏത് രീതിയിൽ നടത്താൻ പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ കുറി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുമതി കിട്ടിയതിന് പിന്നാലെ FIR പോലും ഇല്ല എന്ന് CPM കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും FIR വേണ്ട എന്ന്, ഇത്തരം കേസുകളിൽ FIR-ന്റെ ആവശ്യമില്ല എന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുക. അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നുകൊണ്ട് വീണാട്ടിയുടെ മൊഴിയെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായതാണ്. ഇനി ഒരു പക്ഷേ സമൻസ് ആയിരിക്കും, വിളിച്ചു വരുത്തുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ച് എന്തെല്ലാം സൂചനകൾ നമുക്കുണ്ട്? അതിൻ്റെ വേഗത്തെക്കുറിച്ച് എന്തെല്ലാം സൂചനകളുണ്ട്? അതെ, ഇത് ഇന്ന് EDയുടെ നിർണായക യോഗം ഉടൻ തന്നെ നടക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഈ കേസിൽ CMRL എക്സാലോജിക് കേസിൽ ഡിവിഷൻ ബെഞ്ച് അന്വേഷണം തുടരാമെന്നുള്ള പച്ചക്കൊടി കിട്ടിയതോടുകൂടി ഇവിടെ അന്വേഷണത്തിന്റെ വേഗത ഒന്നുകൂടി കൂടിയെന്ന് പറയണം. ഉടൻ തന്നെ ED ഡയറക്ടർ രാഹുൽ നവീൻ പങ്കെടുക്കുന്ന യോഗം കൊച്ചിയിലെ സോൺ ഓഫീസിൽ നടക്കാനിരിക്കുകയാണ്. ഇതിൽ തന്നെ ഉടനടി തീരുമാനം എത്താനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ കേസിന്റെ ഡിവിഷൻ ബെഞ്ചിൽ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ തുടരന്വേഷണം നടക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ അന്ന് തന്നെ EDയുടെ ഭാഗത്ത് നിന്ന് ഏകദേശം അവർക്കുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്, അവർ സഞ്ചരിക്കുന്ന വഴി ശരിയാണ്, അവർക്ക് മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ED വൃത്തങ്ങൾ ആശ്വസിച്ചിരുന്നു. ഇപ്പോൾ അതിനുകൂടി ഒരു നേരിട്ടൊരു ഉത്തരവോടുകൂടി, അതായത് അന്വേഷണം തുടരാമെന്നുള്ള ഒരു നിലയിലേക്ക് മാറിയതോടുകൂടി ED എത്രയും പെട്ടെന്ന് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇനി ഒരു സമൻസ് അയക്കാം, വീണെ ഉൾപ്പെടെ പ്രതികൾക്ക് സമൻസ് അയക്കാം, അവര് ചോദ്യം ചെയ്യാൻ ലഭിക്കാം, അങ്ങനെയുള്ള നടപടികളിലേക്ക് ഇവർ കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. യെസ്, എന്തായാലും EDയുടെ തുടർ നീക്കങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനം. ഇനി എവിടെ നിന്നായിരിക്കും വെച്ചാൽ അന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. അവിടേക്ക് ഇനി തുടർ റെയ്ഡിന്റെ ആവശ്യം ഉണ്ടാകുമോ? അതോ ആ റെയ്ഡിന്റെയൊക്കെ തുടർച്ച എന്തായിരിക്കും? ആരൊക്കെയാണ് ഇനി വിളിച്ചു വരുത്താൻ പോകുന്നത്? അതിൽ ശശിധരൻ കർത്തായും ഒപ്പം വീണാട്ടിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമെന്നെല്ലാം കാത്തിരുന്നു കാണാം. ഇടവേള കഴിഞ്ഞ് കൂടുതൽ വിശദാംശങ്ങൾ.